ഞങ്ങളുടെ വിജയം സുനിശ്ചിതമാണ് എന്ന് കേരളത്തിലൂടെ സഞ്ചരിക്കുന്ന എല്ലാവർക്കും അറിയാം. മീഡിയ ഒക്കെ മുഴുവൻ അത് UDF അനുകൂല തരംഗമാണ് കേരളത്തിൽ എന്ന് ഏതാണ്ട് എല്ലാവരും ഉറപ്പിച്ച് അത് അവരുടെയൊക്കെ തന്നെ അനലൈസിസിലൊക്കെ വരികൾക്കിടയിൽ വായിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നുമുണ്ട്. എല്ലാ മീഡിയയും ആരും തന്നെ UDF വളരെ പിസ്കിറ്റാണെങ്കിലും ഭൂരിപക്ഷം കിട്ടൂല എന്ന് പറയുന്നില്ല. എന്നൊക്കെ വളരെ പിസ്കി പറയുന്നെങ്കിലും ശരി, പറയാതെ പറയുന്നത് UDF ആണ് ഇത്തവണ എന്നുള്ളതാണ്. അതിൽ അവർ നന്നായി വരണ്ടിട്ടുണ്ടെന്നുള്ളതിനുള്ള തെളിവാണ് ഇന്നലെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറും അതുപോലെ തന്നെ CPMൻ്റെ വക്താവ് ശ്രീ വിജയരാഘവനൊക്കെ ഒരേ പ്രസ്താവന ചെയ്തു. അത് വരേണ്ടതിൻ്റെ ലക്ഷണമാണ്. ഒരേ പ്രസ്താവന, സെയിം, ഒരു വരിയിലോ ഒരു പുള്ളിയിലോ മാറ്റമൊന്നുമില്ല. അവർ വന്നു കഴിഞ്ഞാൽ ലീഗായിരിക്കട്ടോ എന്ന് ഒന്ന് പറഞ്ഞൊന്ന് ആളുകളെ വരട്ടാൻ നോക്കുകയാണ്. ഞങ്ങളെന്താണെന്നുള്ളത് പതിറ്റാണ്ടുകളായി കേരളത്തിനറിയാം. അപ്പോൾ ഇത് അവരുടെ ഒരു പരാജയ ഭീതിയിൽ നിന്ന് ഈ ഡീലൊക്കെ എക്സ്പോസ് ചെയ്യപ്പെട്ടപ്പോൾ ലീഗായിട്ട് ലീഗ് ഒരു മുന്നണികളെ ഘടകാശി എന്ത് ഡീല് ഞങ്ങൾ പതിറ്റാണ്ടുകളായി കേരളത്തിൽ അത്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞ ആളുകളെ വരട്ടി നോക്കുകയാണ്. അതൊന്നും നടക്കാൻ പോകില്ല. കേരളത്തിലെ ജനങ്ങൾക്കറിയാം UDF ഭരണകാലങ്ങളും ചരിത്രമൊക്കെ. ഞങ്ങൾക്ക് കേരളത്തിലെ ഇപ്പോൾ ശാബ്ദങ്ങൾക്ക് അല്ലെങ്കിൽ പാണക്കാട് തങ്ങന്മാർക്ക് അതുപോലെ തന്നെ ഞങ്ങൾക്കൊക്കെ ഈ സന്യാസി വര്യന്മാരും കേരളത്തിലെ പിതാമഹന്മാരും അതുപോലെ തന്നെ NSS നേതൃത്വവും ഒക്കെ ആയിട്ട് ഉള്ള ബന്ധവും അതിൻ്റെ ചരിത്രമൊന്നും ഇവർക്കാർക്കും അറിഞ്ഞൂടാ. അപ്പോൾ ഞങ്ങളൊക്കെ ഈ കേരളത്തിൽ തന്നെ സന്നിഹിതരായ ആളുകൾ എന്താണെന്നുള്ളത് നല്ലപോലെ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഇതിനെക്കുറിച്ചൊന്നും വലിയ ഗ്രാഹ്യമില്ലാത്ത ആളുകൾ വന്ന് ഇപ്പോൾ ജനങ്ങളെ വരട്ടാൻ നോക്കിയിട്ട് കാര്യമില്ല. ഒരു കാര്യമില്ല. UDF പിന്നെ വരും, കേരളം രക്ഷപ്പെടുകയും ചെയ്യും. അതാ ഞാൻ പറഞ്ഞത്. ആ ഡീല് മറക്കാൻ കഴിയാതായി ഇടങ്ങേറായിട്ട് വിഷമായിട്ട് ഇപ്പോൾ ലീഗിൻ്റെ പേര് പറഞ്ഞ് ലീഗിന് അപ്രമാദ്യം വരുമെന്ന് പറഞ്ഞു നോക്കുകയാണ്. അതൊക്കെ ഇതാ പരാജയത്തിൻ്റെ ഏറ്റവും നല്ല ലക്ഷണമാണ്. അതൊക്കെ അവരെ ഡീല് പുറത്താവുകയും ചെയ്തു. കാരണം ഡീല് വളരെ വ്യക്തമായല്ലോ. ഇപ്പോൾ പാലക്കാട് കോൺസ്റ്റിറ്റ്യുവൻസി വമ്പൻ ഭൂരിപക്ഷത്തിന് UDF ജയിക്കുന്ന അവരെന്നെ പറയാൻ തുടങ്ങിയില്ലേ. അവർക്ക് കിട്ടാവുന്നൊരു BJPക്ക് കിട്ടാവുന്നതിൽ നല്ല സ്ഥാനാർത്ഥിയൊക്കെ വെച്ചിട്ട് ഒരു കാര്യമില്ല എന്നുള്ളത് പാലക്കാട്ട് പോയി നോക്കിയാൽ ആർക്കും ഇപ്പോൾ മനസ്സിലാവും. അവിടെ പിഷാരടി വലിയൊരു വോട്ടിന് ജയിക്കും. അതെങ്ങനെ ഉണ്ടായി? അവിടെ പിന്നെ ജാതി മതമൊക്കെ നോക്കി അവർ കാൻഡിഡേറ്റിനെ വെച്ചിട്ട് വർഗീയമായി ആളുകൾ ചേരിതിരിയുന്നില്ല. അവിടെ UDFന് പണ്ട് ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ വോട്ട് കിട്ടും. ഇന്നലെ രാഹുൽ ഗാന്ധിൻ്റെ പരിപാടി, ഷാഫി പറമ്പിലിൻ്റെ പരിപാടി, ഞാനിന്നലെ വൈകുന്നേരം അവിടെ പോയിരുന്നു, അതിൻ്റെ തൊട്ടടുത്ത്. അപ്പോൾ മനസ്സിലായി അവിടെ വലിയ ഒരു പിന്നെ അനുകൂല കാറ്റ് ആഞ്ഞു വീശുകയാണ്. ഇതൊക്കെ തെളിവല്ലേ? എവിടെയുള്ളത് അവരുടെ ഒരു അനുകൂലാവസ്ഥ ഇന്ന് കേരളത്തിൽ എവിടെയെങ്കിലും അവർക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? എല്ലാ ജില്ലയിലും വിപരീത തരംഗമാണ് അവർക്ക്. അതാ ഞാൻ പറയുന്നത്. അതാ ഞാൻ പറഞ്ഞത്. അവരുടെ പേടിച്ചിട്ട്, അല്ലാണ്ട് എന്താ പേടിച്ചിട്ട്. ഉമ്മൻചാണ്ടി, മാണി സാറും ഞാനും അതുപോലെ തന്നെ പിന്നെ രമേശ് ചെന്നിത്തലയും ശ്രീ K കരുണാകരൻ ഞങ്ങളൊക്കെ കൂടെ കേരളത്തിൽ ഒരുമിച്ച് പിന്നെ വലിയ അന്തസ്സായിട്ട് യാതൊരു ഇതുമില്ലാതെ പോയതല്ലേ. അത് ഇവർക്കറിയില്ല. പേടിച്ചു പോയതാണ്. വരണ്ടപ്പോൾ ഓരോന്ന് പറയാൻ, അല്ലെങ്കിൽ ഒരേ പ്രസ്താവന ഇലക്ഷൻ്റെ തലേന്ന് രാജീവ് ചന്ദ്രശേഖറും ചെയ്യുന്നു, പിന്നെ BJPയും ചെയ്യുന്നു. അതെ, അതെന്നെ പറഞ്ഞത്. അത് പോസിറ്റീവായിട്ടാണ് കേരളം കണ്ടിട്ടുള്ളത്. ആ റിലേഷൻ, കേരളത്തിൻ്റെ കമ്മ്യൂണൽ ഹാർമണി ഉയർത്തിപ്പിടിച്ചു ശാബ്ദങ്ങളും ഒക്കെ ആയിട്ടുള്ള ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ബാബറി മസ്ജിദിൻ്റെ ഘട്ടത്തിൽ പോലും അന്ന് ഇവർ മൈനോറിറ്റി പാർട്ടിയിൽ പുതുതായി വന്ന പിന്നെ കമ്മ്യൂണൽ പാർട്ടി ഘടകങ്ങളെ, കമ്മ്യൂണൽ ഫോഴ്സസ്, ഞാൻ പറഞ്ഞു തരണ്ടല്ലോ, ഒറ്റപ്പാലത്തൊക്കെ ചുമലിലേറ്റി കൊണ്ട് നടക്കുകയായിരുന്നു. മുസ്ലിം തീവ്രവാദ സംഘടനകളെ ചുമലിലേറ്റി ഇവർ നടന്നപ്പോൾ അതിനെ എതിർത്ത് തോൽപ്പിച്ചത് ശാബ്ദങ്ങളാണ്. അത് ആളുകൾ അവർ വീണ്ടും റിമൈൻഡ് ചെയ്ത് നന്നായി. കേരളം മതേതരമായി നിൽക്കുന്നതിന് കാരണം അന്നത്തെ ആ ബന്ധമാണ്. അതിനെ അന്ന് ഇവരെ പണി എന്തായിരുന്നു? മൈനോറിറ്റി കമ്മ്യൂണലിസം പറഞ്ഞ ടൈനി ഗ്രൂപ്പുകൾ, ലീഗിന് പകരം എന്ന് പറഞ്ഞുണ്ടായ പുതിയ വർഗീയ പാർട്ടികളെ സ്റ്റേജ് കൊടുത്ത് ചുമലിലേറ്റ് നടക്കുമായിരുന്നു അവർ. ആര് കണ്ടതല്ലേ? പൊന്നാനിയിലൊക്കെ വന്ന് സ്റ്റേജ് കെട്ടി ഒരേ സ്റ്റേജിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരുന്ന് നമ്മൾ കണ്ടതല്ലേ.
എന്നിട്ട് അത് മൈൻഡ് ചെയ്യാത്ത കേരളമാണ്. അതുകൊണ്ട് ഒരു കമ്മ്യൂണലിസം ഇവിടെ പിന്നെ നടക്കാൻ പോകണില്ല. ഇപ്പോൾ ഇവിടെ ശ്രീ രാഹുൽ ഗാന്ധി ഇപ്പോൾ വയനാട്ടിൽ നിന്ന് ആണ് ജയിച്ചു പോകുന്നത്, നമുക്കറിയാലോ. അത് കഴിഞ്ഞ് പ്രിയങ്ക ഗാന്ധി ജയിച്ചു പോകുന്നു. ജാതിയും മതം നോക്കി ലക്ഷക്കണക്കിനല്ല അവർക്ക് വോട്ടിട്ടുണ്ട്. ഇത് കേരളമാണ്, അത് മറക്കണ്ട. ശബരിമല എന്തിനാണ് അവർ ഈ പിന്നെ ഈ ശബരിമലയിൽ ഈ തരം കളികളൊക്കെ കളിച്ചത്? ശബരിമല എത്ര പവിത്രമായിട്ടാണ് UDF ഭരണകാലം കൊണ്ടുപോയിട്ടുള്ളത്. വല്ല കോൺട്രവേഴ്സി നിങ്ങളാരെയും കേട്ടിട്ടുണ്ടോ? അവർ കയറി അന്ന് മുതൽ കോൺട്രവേഴ്സിയാണ്. ആദ്യം സ്ത്രീ പ്രവേശനം, പിന്നെ സ്വർണം കട്ടുകൊണ്ടുപോയത്, ഇതെല്ലാം കൂടി ആയിട്ട് ശബരിമലയെ കോൺട്രവേഴ്സിയിലേക്ക് കൊടുന്ന് ചർച്ച ആക്കിയതാണ് അവർ ചെയ്ത ഏറ്റവും വലിയ അവരുടെ ദുഷ്കാലം. അതിനുള്ള തിരിച്ചടി ഈ തവണ കേരളത്തിലെ അയ്യപ്പ ഭക്തർ അവർക്ക് കൊടുക്കുമ്പോൾ ഒരു സംശയം വേണ്ട. ഞാനും കേട്ടു, അവിശ്വസനീയമാണത്. അത് പിന്നെ വളരെ ഞെട്ടിക്കുന്നതാണ്. എന്താണെന്നറിയില്ല, ശ്രീ കൃഷ്ണൻകുട്ടി അത് എക്സ്പ്ലെയിൻ ചെയ്യട്ടെ എന്നേ പറയാനുള്ളൂ. പിന്നെ വളരെ ക്ലിയറായിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം കൂട്ടിയിട്ട മണൽ ഒഴുകിപ്പോകാതിരിക്കാൻ വേണ്ടി സ്പിൽവേ തുറന്നില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് അന്നത്തെ പ്രളയം ഉണ്ടായതെന്നാണ് പറയുന്നത്. ഇതൊക്കെ എന്താണ് കേൾക്കാൻ പാടില്ലാത്തല്ലേ? അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മളെ വയനാട്ടിൽ നമ്മുടെ വീടുണ്ടാക്കി കൊടുക്കുന്ന കാര്യം. എവിടെ ഗവൺമെൻറ് വീടുണ്ടാക്കി? ഇത്രയധികം പണം ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ കിട്ടിയിട്ട് അവരുണ്ടാക്കിയ വീട്ടിൽ ഒരു വീട്ടിലെങ്കിലും ഒരാൾ താമസിച്ചോ? ഞങ്ങളുണ്ടാക്കിയത് പോയി നോക്ക്, അവിടെ ആൾ താമസിക്കുന്നു. അവരുണ്ടാക്കിയ ഒരു വീട്ടിലെങ്കിലും ഒരാൾ താമസിക്കുന്നുണ്ടോ? താമസിക്കാൻ കൊള്ളാവുന്ന ഒരു വീട് എടുത്ത ഒരൊറ്റ വീട്. ഈ പരസ്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. ഉദ്ഘാടനം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണി പൂർത്തിയാകാതെ ഉദ്ഘാടനം, അതെല്ലാം അങ്ങനെയല്ലേ നടക്കണത്. ഈ ആയിരക്കണക്കിന് കോടി ഉറുപ്പ്യ കയ്യിലുണ്ടായിട്ട് ഒരു വീട് താമസിക്കാൻ കൊള്ളാവുന്നവരുണ്ടാക്കി കൊടുത്തു. നിങ്ങളാരെയും പോയിട്ട് കാണിച്ചുകൊണ്ടാ അത് താമസിക്കുന്ന ഒരു വീട്. എന്നാൽ ഞങ്ങളുണ്ടാക്കി കൊടുത്ത വീട് പോയി നോക്ക്. അപ്പോൾ ഗവൺമെൻറ്റാണ്, എന്നിട്ട് കോൺഗ്രസ് കുറ്റം പറഞ്ഞ് നടക്കാൻ അവരുണ്ടാക്കിയില്ല. അത് പിന്നല്ലേ സർക്കാരിന് കോൺഗ്രസ് ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ കോടിക്കണക്കിന് ഉറുപ്പ്യ. എന്നിട്ടെന്തേ അവരുണ്ടാക്കാഞ്ഞത്? ഒരു വീടെങ്കിലും ഉണ്ടാക്കാഞ്ഞ എന്തേ? അപ്പോൾ അതാ തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പ് എന്ന് പറഞ്ഞാൽ കാലെത്ര കഴിഞ്ഞു പോയി. എന്നിട്ട് അവർ ഉറപ്പ് എന്ന് പറയുകയാണ്. എന്തുറപ്പാണത്? പരസ്യം നന്നായി ചെയ്തുകൊണ്ടൊന്നും ഇവിടെ ജനങ്ങളിടയിൽ ഏശാൻ പോകുന്നില്ല. അതാണ് ഈ കാറ്റ് എതിരായി വീശുന്നത്. അതുകൊണ്ട് ലീഗ് ഡീലൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതൊക്കെ എടുക്കാത്ത പഴയ നാണയങ്ങളാണ്, അതൊന്നും ചിലവാൻ പോകില്ല. കോൺഗ്രസിൻ്റെ ഫണ്ടുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ അത് UDF ശരിക്കും പ്രതിരോധത്തിലാക്കി തെരഞ്ഞെടുപ്പ് കാലത്ത് കൃത്യമായൊരു മറുപടി കോൺഗ്രസിന് കൊടുക്കാൻ എത്ര ഫണ്ട്? അതുകൊണ്ട് ഫണ്ടുകൊണ്ട് പ്രതിരോധത്തിലാകുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പയ്യന്നൂർ അവിടെയും കൂടി എല്ലാം കൂടി ആയിട്ട് എന്തൊരു ഫണ്ട് അതൊക്കെ എത്ര കിടക്കുന്നു? അതൊന്നുമല്ലല്ലോ വിഷയം. ഭരണപരാജയം മറക്കാൻ ഇനി കഴിയില്ല. UDF അനുകൂല തരംഗമാണ്. റിസൾട്ട് നോക്കിയിരുന്നോളി, നമുക്ക് കാണാം. കാര്യമില്ലാത്തൊക്കെ ചോദിച്ചിട്ട് എൻ്റെ സമയം കളയണ്ട. ഒരു കാര്യമില്ല. വേങ്ങരയിൽ പാട്ട് കച്ചേരി നടത്തിയതുകൊണ്ടൊന്നും ഒരു കാര്യം ഉണ്ടാകാൻ പോകില്ല. വേങ്ങരയിൽ KM ഷാജിയുടെ ഭൂരിപക്ഷം നിങ്ങൾ കാത്തിരുന്നാൽ മതി. കാരണം അവിടെ പാട്ട് കച്ചേരി നടത്തിയോണ്ട് കൊണ്ടിട്ടാൻ പോകില്ല. പുത്തനത്താണിയുടെ സ്വന്തം കനകമകൽ ജ്വല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ്. കനക ഗോൾഡൻ ഡയമണ്ട്സ് പുത്തനത്താണി. മാറുന്ന ലോകം, മാറ്റത്തിനൊപ്പം.